പിന്നെ ശ്രീമതി റാബിയയുടെ നെൽ കൃഷി പ്രത്യേകമായിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്തശാലി എന്നുള്ള ഇനം സ്പെഷ്യലായിട്ടുള്ള ഒരു നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. രക്തശാലി എന്ന് പറയാൻ നമുക്കറിയാം അന്യം നിന്ന് പോകുന്ന ഒരു വിത്താണ്. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൃഷി വിജ്ഞാന കേന്ദ്രം കവനൂര് ഈ ശ്രീമതി റാബിയക്ക് നൽകിയ 30 കിലോ നെൽവിത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദർശനത്തോട്ടം പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ തന്നെ നല്ല മേനി വിളവെടുക്കാനായിട്ട് ശ്രീമതി റാബിയക്ക് സാധിച്ചിട്ടുണ്ട്. രക്തശാലിയുടെ പ്രത്യേകത എന്നുള്ളത് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം. രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ചുവന്ന നിറത്തിലുള്ള ഈ അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1 കിലോ നെൽവിത്തിന് 300 രൂപ വരെ വിപണിയിൽ മൂല്യമുള്ള വിത്താണിത്. എനിക്ക് റാബിയോട് പറയാനുള്ളത്, ഇത് വിത്തിന് വേണ്ടി നിർത്തുക. ഈ വിത്തുകൾ വിൽപ്പന നടത്തരുത്. ഇത് സ്വന്തം നമ്മുടെ ഈ ഒഴൂർ പൊന്മുട്ടം പഞ്ചായത്തിലെ മറ്റുള്ള കർഷകർക്കും വിതരണം ചെയ്തുകൊണ്ട് ഇതിനെ പെരുക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ അന്യം നിന്ന് പോകുന്ന, എനിക്ക് തോന്നുന്നു ശ്രീമതി റാബിയ ഞവര വിത്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൃഷിയുണ്ട്. അത്തരത്തിലുള്ള അപൂർവങ്ങളായിട്ടുള്ള വിത്തുകളൊക്കെ കൃഷി ചെയ്യുന്നതാണ് ശ്രീമതി റാബിയയുടെ കുറെ ഉൽപ്പന്നങ്ങളും ഡീഹൈഡ്രേറ്ററുകളൊക്കെ ചെയ്തുകൊണ്ട് പല ഉൽപ്പന്നങ്ങളും ശ്രീമതി റാബിയ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വനിതകൾക്ക് ഒരു റോൾ മോഡലാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാനുള്ള പ്രയാസം എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലോക്കിന്റെ ബഡ്ജറ്റ് മീറ്റിംഗ് നടക്കുന്ന കാര്യത്തിൽ എനിക്കും പൊന്മുട്ട പ്രസിഡന്റിനൊക്കെ പോകേണ്ടതുണ്ട്. ഏതായാലും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ചെയ്തുകൊണ്ട് ഈ 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പൊന്മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആജറ കുണ്ടിനെ, ബഹുമാന്യനായ എഡിയെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം കവനൂരിലുള്ള വിദ്യാർത്ഥിനികൾ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പാടശേഖരത്തിൽ റാബിയയുടെ വ്യത്യസ്തമായ കൃഷി ഇന്ന് വിളവെടുപ്പാണ്. രക്തശാലി ഇനത്തിൽപ്പെട്ട കവനൂര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുത്ത വിത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. വളരെ പോഷക ഗുണങ്ങളുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നാര് അടങ്ങിയ ഒരു നെല്ലാണ്. ഏടിയ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ 300 രൂപ വിപണന മൂല്യമുള്ള ഒരു വിത്താണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് വിപണനത്തിലേക്ക് വിടാതെ കൂടുതൽ ഏരിയയിലേക്ക് കൃഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തരം വിത്തുകൾ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദനം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ നവര, ബസ്മതിയൊക്കെ വലിയ വിപണന മൂല്യമുള്ള നെല്ലുകളാണ്. പക്ഷേ ഈ കൂട്ടുകൃഷിയാകുമ്പോൾ പല വിത്തുകളുടെ അടിയിൽ ചെയ്യുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ കൃഷിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും നൽകുന്ന